ആഹാ, പുതിയതായിട്ട് നല്ല മുട്ടകൾ. അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ അതൊരു മുട്ടയെടുത്ത് വിഴുങ്ങി. ആഹാഹാഹാഹാ, ഇന്ന് ഒരു പിടി അങ്ങ് പിടിച്ചേക്കാം. അങ്ങനെ പറഞ്ഞത് രണ്ടാമത്തെ മുട്ടയും സന്തോഷത്തോടെ വിഴുങ്ങി. ആ, ഞാൻ ഇത്രയും രുചിയുള്ള മുട്ട കഴിച്ചിട്ടേയില്ല. ആ, ഇനി സമാധാനത്തോടെ പൊറ്റിൽ പോയി കിടന്നുറങ്ങാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാളെ എന്റെ കഥ തീരും. അങ്ങനെ പറഞ്ഞത് മാടത്തിലേക്ക് ഇഴഞ്ഞു. അത് കഴിഞ്ഞ് മാടത്തിൽ ചെന്ന് ഉറങ്ങി. ഡക്ക് ഡ്രേക്ക് രണ്ടുപേരും ആ കൂട്ടം വിട്ട് അവരുടെ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ അവരുടെ കൂടെ കാലിയായത് കണ്ട് വിഷമിച്ചു. അയ്യോ, നമ്മുടെ മുട്ട എവിടെ പോയി? നമ്മൾ വെച്ച മുട്ട നമ്മുടെ കൂട്ടമല്ലാതെ വേറെ ആരും കണ്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ആരും എടുത്തുകൊണ്ടു പോയത്? അത് കേട്ട് ഡക്ക് ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നോക്ക്. അങ്ങനെ പറഞ്ഞ ഡക്ക് ഡ്രിക്കിന് ഒരു ഐഡിയ കൊടുത്തു. അടുത്ത ദിവസം രാവിലെ ഡ്രിക്ക് വീണ്ടും അതിൽ 2 മുട്ട വെച്ചു. രണ്ടുപേരും അത് നോക്കിക്കൊണ്ടേയിരുന്നു. വൈകുന്നേരമാകുന്നതിന് മുന്നേ ഡക്ക് പറഞ്ഞു. ഡ്രേക്ക്, എനിക്ക് നന്നായി വിശക്കുന്നു. പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, വാ. പക്ഷേ മുട്ട വിട്ട് നമ്മൾ എങ്ങനെ പോകും? ഇന്നലെ സംഭവിച്ച പോലെ ഇന്ന് സംഭവിച്ച എന്തു ചെയ്യും? ആ, എൻ്റെ അടുത്തൊരു വഴിയുണ്ട്. അങ്ങനെ പറഞ്ഞ് ഡക്ക് ചില പുല്ലുകൾ എടുത്തുകൊണ്ടുവന്നു. ആ പുല്ലെല്ലാം ഇട്ടുകൊണ്ട് ആ മുട്ടയെ മൂടി വെച്ചു. ആ, ഇപ്പോൾ ഈ മുട്ട ആർക്കും കാണാൻ സാധിക്കില്ല. നമുക്കത് ഇവിടെ വിട്ടിട്ട് നന്നായി കഴിച്ചിട്ട് വരാം. അത് കണ്ട് ഡ്രിക്കും സന്തോഷിച്ചു.